RMPI പ്രവർത്തകന്റെ വീട്ടുകിണറ്റിൽ മനുഷ്യവിസർജ്യമെറിഞ്ഞ കുടിവെള്ളം മലിനമാക്കി. സ്ഥലം KK രമ MLA സന്ദർശിച്ചു. തൂണേരി പട്ടാണിയിലെ RMPI പ്രവർത്തകൻ തൂമ്പോളിപ്പൊയിൽ മനോജന്റെ വീട്ടിലെ കിണറാണ് മലിനമാക്കിയത്. മനോജനും സഹോദരനും ഒന്നിച്ചുപയോഗിക്കുന്ന കിണറാണിത്. ഞായറാഴ്ച രാവിലെ കിണറ്റിൽ നിന്ന് സഹോദരൻ വെള്ളം കോരിയെടുത്തപ്പോഴാണ് മലം കലർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണറ്റിൽ മലം തള്ളിയതായി കണ്ടെത്തി. ഇന്നലെ രാവിലെയാണ് നമ്മുടെ മനോജന്റെ വീട്ടിൽ കിണറിൽ വിസർജ്യം കൊണ്ടിട്ടിരിക്കുന്നത് കാണാനിടയത്. സഹോദരൻ വെള്ളം കോരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങേയറ്റം ഹീനമായ, അങ്ങേയറ്റം അപരിഷ്കൃതമായ ഒരു മനസ്സിനുടമകളാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മനോജിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയ ദേഷ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഉള്ള ഒരാളല്ല. വ്യക്തിപരമായിട്ടൊരു ദേഷ്യവും അദ്ദേഹത്തിന് ഈ പ്രദേശത്തുകാർക്കില്ല. എല്ലായിടത്തും എത്തുന്ന, എല്ലാത്തിനും പൊതുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനാണ്. RMPIയുടെ സജീവ പ്രവർത്തകനാണ് എന്നൊരു കുറ്റം മാത്രമേ മനോജനുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതിന് കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവും ഇതിന് കാണാൻ സാധിക്കില്ല. ഇവിടെ വന്നു നോക്കിയാൽ ചുറ്റുപാടും വീടാണ്. ഈ ചുറ്റുപാടുമുള്ള വീടിലെ കിണറുകളിലൊന്നും ഇടാതെ ഒരു വീട്ടിൽ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ UDFന്റെ യോഗം നടന്നത്, തെരഞ്ഞെടുപ്പ് യോഗം നടന്ന ആ സമയത്തൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, നമുക്കറിയാം എന്നുള്ള ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കാരണം വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയമാണ്. പോലീസ് ശക്തമായ നടപടിയെടുക്കണം, അതിന് അന്വേഷിക്കണം. ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം. RMPI രൂപവൽക്കരണം മുതൽ സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു മനോജൻ. കുറ്റവാളികളെ പിടികൂടുന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശന നടപടി ഉണ്ടാകണമെന്ന വീട് സന്ദർശിച്ച RMPI ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. RMPI നാദാപുരം ഏരിയ ചെയർമാൻ പുരുഷു ആരനാണ്ടി സംഘത്തിനൊപ്പം വീട് സന്ദർശിച്ചു. ഇന്ന് രാവിലെ ജ്യേഷ്ഠൻ വെള്ളം കോരുമ്പോൾ ആണിത് കണ്ടത്. എന്നൊക്കെ കാണിച്ചന്ന് ഇതെന്നാണ്. അവിടെ ഞങ്ങളിങ്ങനെ മണത്തോക്കുമ്പോൾ മനുഷ്യ വിസർജനാണെന്ന് തോന്നി. അപ്പോൾ ഇന്നലെ വരെ ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ച വെള്ളം ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലും എടുക്കുന്നുണ്ട്. ഇതാരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്ത ഇത് നമുക്കത്ര നല്ല കാര്യമല്ലല്ലോ. ജ്യേഷ്ഠൻ വെള്ളം കോരുമ്പോൾ കിണറ്റിൽ എന്തോ പൊന്തി നിൽക്കുന്ന കണ്ടു. അപ്പോൾ കോരിയരത് മനുഷ്യ വിസർജനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് പുറത്തെടുത്ത് ഏട്ടനും എൻ്റെ ഭാര്യയും കൂടി അത് മണത്ത് മനുഷ്യ വിസർജനം എന്ന് ഉറപ്പ് വരുത്തി. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഒരു പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയം പറയുന്നുണ്ട് എന്നാളു. ഒരു RMPIയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഇതൊരു എന്നാ പറയണ്ടേ, ഇതൊരു നമ്മുടെ ഒരു കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്ന, ഒരു വെള്ളമില്ലാതെ ഒരു സമയത്ത് കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്ന സംഭവം എത്ര വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരാ ഇത് ചെയ്തതെന്ന് നമ്മളറിയല്ല. ആരായാലും അത് അവർക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് കാര്യത്തിൽ പറയാനുള്ളത്. സംശയം ഇല്ല, ആരും സംശയമില്ല. ഇത് അടുത്ത് അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും സാധ്യത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുന്നിടത്തിൽ നേടിയ CC ക്യാമറ ഇല്ല. ഈ വീട് ഈ ഭാഗത്ത് 2 വീട്ടിലാണുള്ളത്. അതിപ്പം പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയിക്കുവാൻ നമുക്ക് അങ്ങനെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.